ഇനി ഇതേ ആള് തന്നെയാണല്ലോ, ഇതേ ആള് അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം തന്നെയാണല്ലോ. എനിക്കിപ്പോ ഒരു പ്രേക്ഷകൻ തന്നെ ANIക്ക് ഇവർ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ പകർപ്പ് അയച്ചു തന്നു. ഈ സ്വപ്ന സുരേഷ് നേരത്തെ കൊടുത്തത്. അവർ അതിൽ പറയുകയാണ്, അക്യൂസ്ഡ് സ്വപ്ന സുരേഷ് ഡിനൈസ് പേഴ്സണൽ ലിങ്ക് വിത്ത് CM വിജയൻ. ഇപ്പോഴല്ല, വളരെ നേരത്തെ. അപ്പോൾ ഇപ്പോഴവർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഇത് ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ എന്നോട് ക്രൂരത കാണിക്കരുത് അച്ചോ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. ഒരു കാര്യം കൂടി പറയാം. ഇത് ഈ ഹാഷ്മിയുടെ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അയച്ചൊരു കത്തിൽ പിടിച്ചാണല്ലോ ഇവരിങ്ങോട്ട് വരുന്നത്. ആ കത്തെന്തിനായിരുന്നു? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഈ സ്വപ്ന പറയുന്നത് പോലെ അത് 100% ഉണ്ടയില്ലാവിടിയാണേ, ഒന്നും വരില്ലേ, ഉറപ്പാണേ. അതൊന്നും എനിക്കറിയാൻ ആരും വില തരില്ല. ഞാനത് സംസാരിക്കട്ടെ, കേൾക്കൂ. അപ്പോൾ ഈ പറയുന്ന സംഘങ്ങളൊക്കെ വരുന്നു. രാജ്യസുരക്ഷയെക്കുറിച്ചോ സ്വർണം കടത്തിയവരെ കുറിച്ചോ സ്വർണം കടത്താൻ കൂട്ടുന്നവരെ കുറിച്ചോ ആർക്കാണ് ഈ സ്വർണം കൊണ്ടുപോയതിനെ കുറിച്ചോ അന്വേഷണമില്ലാതെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ ഗൂഢാലോചന നടത്താൻ വന്നപ്പോൾ തന്നെ സർക്കാർ ഇതിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഹാഷ്മി ശ്രദ്ധിച്ചു കേൾക്കണം. സർക്കാർ ഇതിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ED കോടതിയിൽ പോയിട്ട് പറഞ്ഞു സർക്കാരിന് ഗവൺമെന്റ് ഏജൻസികൾക്ക് ഇതിനുള്ള റൈറ്റ് ഇല്ല. കോടതി അത് ശരിവെച്ചിട്ട് കോടതി പറഞ്ഞു ഈ കോടതിക്ക് പക്ഷേ അന്വേഷിക്കാം, കോടതി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഗൂഢാലോചനയുടെ ഭാഗം കോടതി അന്വേഷണം ആരംഭിച്ചു. ഒരു ഭാഗത്തിന്റെ മൊഴി കേട്ടു. ആണല്ലോ, നിന്റെ ഈ വാക്യം വിശ്വസിക്കുകയാണ്, നീയാണ് സാക്ഷി, ഉറപ്പാണല്ലോ. കേട്ട് കഴിഞ്ഞപ്പോഴോ ED. ശരി, ശ്രീ അബിൻ വർക്കി, ഈ സ്വപ്ന സുരേഷിന്റെ വിശ്വാസ്യതയിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല എന്നാണോ? സ്വപ്ന സുരേഷ് പറയുന്ന കാര്യം 100% ശരി എന്ന് അബിൻ വർക്കിയും കോൺഗ്രസും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ ഇവർ പറയുന്നത് ഇവർക്കെതിരെ നടപടി ഉണ്ടാവണ്ടേ, ഇവർക്ക് എന്തെങ്കിലും ഗൂഢാലോചന അതടക്കം പുറത്തു വരണ്ടേ, സർക്കാരിന്റെ കൂടെ നിൽക്കണ്ടേ? റഹീം പറയും പോലെ. ശ്രീ അബിൻ വർക്കി, ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിൻ്റെ വിശ്വാസ്യതയെ ആദ്യം നെഞ്ചിലേറ്റിയത് CPM തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. എങ്ങനെയാണ് ആ ജോലി കൊടുത്തത്? ഒരു വ്യാജരേഖ ചുമച്ച ഒരു വ്യാജ സർട്ടിഫിക്കറ്റുമായി വന്ന ഒരാൾക്ക് ജോലി കൊടുത്തു. ആ ജോലിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ IAS ഉദ്യോഗസ്ഥൻ ശിവശങ്കരനാണ്. അദ്ദേഹം ഒത്താശ ചെയ്താണ് ആ ജോലി കിട്ടിയത് എന്നുള്ളത് വ്യക്തമാണ്. ആ ശിവശങ്കർ ഇന്നും സർവീസിൽ പ്രധാനപ്പെട്ട വകുപ്പിന്റെ IAS ഉദ്യോഗസ്ഥനായി തുടരുമ്പോഴാണ് ഇവർ പിന്നീടും സ്വപ്ന സുരേഷിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത്. ഇനി രണ്ട്, ഇത് 108 സ്റ്റേറ്റ്മെന്റായി സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ കസ്റ്റംസിൽ കൊടുത്ത മൊഴിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്ന് ഇവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാത്ത CPM, കാരണം എന്താ? ഇവർ അന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആള് അവരെ നിർബന്ധപൂർവം BJP സർക്കാർ പലതും ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവരുടെ ഫോൺ രേഖ ചോർത്തി പുറത്തുവിടുന്നു. ഇതൊക്കെ അന്ന് വിശ്വാസ്യതയോടുകൂടി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞ CPM എന്തിനാണ് ഇപ്പോൾ മാറ്റി പറയുന്നത്? ഇനി 3, ഈ 108 സ്റ്റേറ്റ്മെന്റിലെ അതേ വാചകം ഒരു നടപടിയും ഇല്ലാത്തത് കാരണം പുറത്ത് 164 സ്റ്റേറ്റ്മെന്റായി പറയുകയും പുറത്ത് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തതിന് ശേഷമാണ് കോൺഗ്രസ് ഇവിടെ വളരെ കൃത്യമായി ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവർ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അതൊന്ന് ഷാജ് കിരണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശ്രീ ഹാഷ്മി, ഇതേവരെ ഈ ഷാജ് കിരൺ എന്നൊരു വാക്ക് ഈ CPM-ന്റെ ഏതെങ്കിലും പ്രതിനിധികൾ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവനെ കിട്ടുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് എണ്ണം. ഈ ഷാജ് കിരണെ ഫോൺ വിളിച്ചു എന്ന ആരോപണം നേരിടുന്ന ADGP-യെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയ ഈ സർക്കാർ ഈ ഷാജ് കിരൺ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയോ ഷാജ് കിരണെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഷാജ് കിരൺ ഒരു ചെറിയ ആരോപണമാണ് ഉന്നയിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും കുടുംബവും ഇവിടുത്തെ അഴിമതി പണം ഹവാല ഇടപാടിലൂടെ അമേരിക്കയിലേക്ക് ബിലീവേഴ്സ് ചർച്ച് വഴി കടത്തുന്നു. നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. എൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതൊന്നും നിഷേധിക്കേണ്ട ഹാഷ്മി. ഈ ആരോപണങ്ങൾ വന്നിട്ട് ഇന്ന് എത്ര ദിവസമായി? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്നലെ വിമാനത്തിലുണ്ടായ സംഭവത്തെ വരെ അപലപിച്ചു. ഇദ്ദേഹത്തിന് വാക്കുകൊണ്ട് പോലും ഇപ്പോൾ ശ്രീ ഹാഷ്മി അടങ്ങുന്ന മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് ഈ ആരോപണങ്ങളൊക്കെ ഒന്ന് നിഷേധിച്ച് ഇദ്ദേഹത്തിന് പറയാൻ പാടില്ല അവർക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്ന്. പക്ഷേ ഈ നാളിതുവരെയായിട്ടും
കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ സഖാവ് കോടിയേരി ബാലകൃഷ്ണനോ ഇറങ്ങി ഇത് നിഷേധിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താ? ഇന്ന് സ്വപ്ന സുരേഷ് വീണ്ടും പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം. അവർ പറഞ്ഞ കാര്യം എന്താ? വെല്ലുവിളിച്ചാൽ ബാക്കി ഞാൻ അപ്പോൾ പറയാം. കേരളത്തിലെ മാധ്യമങ്ങൾ വഴി പുറത്തുവിടാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ സംസാരിച്ചതിന്റെ പല രേഖകളും പുറത്തുവിടാം. ഇതൊക്കെ കണ്ട് ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഹാഷ്മി. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്ക സന്തോഷ്. ഭയങ്കര മനസ്സ് നീ എന്നെ പറ്റിച്ചതാണ്. ആ കശ്മലന്റെ ചോരയെടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവർക്ക് ഇപ്പോഴും ഇതിനെ നിഷേധിക്കാൻ, വാക്കുകൊണ്ട് പോലും നിഷേധിക്കാൻ സാധിക്കാത്തത്. പിന്നെ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. ശ്രീ എ റഹീം അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും എങ്ങും എത്താതെ പോയി. അത് വേറെ ഒരു കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യം, അദ്ദേഹം സമരത്തിന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ശ്രീ എ റഹീം താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ പലതവണ മൊഴി മാറ്റി പറഞ്ഞ് 7 കൊല്ലമായിട്ടും ഇന്നേ വരെ നിങ്ങളുടെ സർക്കാരിനൊരു തെളിവ് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയുടെ വാക്കിന് പേരിൽ 4 അധ്യാപകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ക്രിമിനൽ സംഘം കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ് നെഞ്ചിനും തലയ്ക്കും പരിക്കേൽപ്പിച്ചത്. ആ സമരം ജനാധിപത്യപരമാണെന്ന് ശ്രീ എ റഹീം വിശ്വസിക്കുന്നുണ്ടോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഇല്ല. അതോ ഞാൻ ചരിത്രത്തിലെ അദ്ദേഹം ചരിത്രം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ചാവശ്ശേരിയിൽ C അച്യുതമേനോൻ പാർട്ടി വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട് അപ്പുറം പോയി ആ ഗതാഗത വകുപ്പിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ചാവശ്ശേരിയിൽ ബസ് ആളെ ഉള്ളിലിരിക്കെ കത്തിച്ച പച്ച മനുഷ്യരെ വെണ്ണീറാക്കി കത്തിച്ച CPM ഞങ്ങളെ ജനാധിപത്യ വിരുദ്ധ സമരത്തിന്റെ പേരിൽ. ഞാൻ റഹീമിലേക്കെത്താം. ശ്രീ വി രാജേഷ്, കഴിഞ്ഞ 1-2 വർഷത്തോളം ഇത് ഇഴകേറി പരിശോധിച്ച സംഭവങ്ങളാണ് ഈ സ്വപ്ന പറയുന്നതൊക്കെ. സ്വപ്ന പുതിയതായി ഒന്നും പറയുന്നില്ല, കസ്റ്റംസിന് കൊടുത്തതേയുള്ളൂ. മാത്രമല്ല സ്വപ്ന കഴിഞ്ഞ ദിവസം കോടതിയിൽ പറയുന്നത് ഇതിൻ്റെയൊക്കെ തെളിവുകൾ എവിടെയാണ്? NIA കൊടുത്ത ഫോണിലുണ്ടെന്നാണ് പറയുന്നത്. ആ ഫോണൊക്കെ എന്നെ എത്ര തവണ നോക്കിയതാണ്? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ലിങ്ക് അവിടെ ഉണ്ടെങ്കിൽ NIA മീഡിയം ഒക്കെ വെറുതെ വിടുമായിരുന്നോ? ശ്രീ വി രാജേഷ്, സ്വപ്നയുടെ 2ാം അവതാരത്തിൽ എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? വി ഹാഷ്മി, ഈ കേസിലെ ഭീകരവാദ ബന്ധമാണ് NIA അന്വേഷിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ട് തകർന്നുവെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകർന്നു എന്ന് റഹീം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് വേണ്ടി കൊടിയുടു പിടിക്കുന്നവർ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഓർക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പല മുഖ്യമന്ത്രിമാരും കേരളത്തിൽ രാജിവെച്ചിട്ടുണ്ട്. ശ്രീ കെ കരുണാകരൻ രാജിവെച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടുണ്ട്. ആ താങ്കളത് ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് ഉന്നയിക്കുന്നതാണോ? താങ്കൾ രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് ഉന്നയിക്കുന്നതാണോ അതോ ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മറ്റെന്തെങ്കിലും സൂചന പുറത്താണോ? ഞാൻ പറയട്ടെ, ആരോപണമല്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ തല കുനിച്ച് നടക്കേണ്ടി വരും. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രാജിവെച്ചത് കള്ളക്കടത്തു കേസിന് ഒത്താശ ചെയ്ത് അതിന്റെ പങ്കുപറ്റിയതിന്റെ പേരിലാണ് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതേണ്ടി വന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ആദ്യ കാലഘട്ടങ്ങളിലെ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ തന്നെ വരെ മുട്ടുകൂട്ടിയിടിപ്പിച്ച് എതിരെ വരെ പോരാടി അദ്ദേഹത്തിനെതിരെ വരെ നിമിഷങ്ങൾ കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ എന്തേ ഒരു NIA കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വനിതയുടെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്നു? റഹീം കൂടുതലൊന്നും ഇങ്ങോട്ട് വാചകസർത്ത് നടത്തില്ല രാജേഷ് കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്, അതിൽപ്പെട്ട ഒരാളാണ്, ആ ജനസിൽപ്പെട്ട ആളാണ് പിണറായി വിജയൻ എന്ന് കരുതിയേക്കരുത് കേട്ടോ. സഖാവ് പിണറായി വിജയൻ്റെ മുട്ട് കൂട്ടിയിടിക്കുന്നു, ആനാചേന ഉറക്കത്തിൽ കിടന്ന് നിങ്ങൾക്കെല്ലാം സ്വപ്നം കാണാനത് കൊള്ളാം കേട്ടോ. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുട്ടും കൂട്ടിയിടിക്കില്ല. നിങ്ങളൊക്കെ ആയ കാലത്ത് കുറേ ആയുധങ്ങളുമായി ജീവൻ എടുക്കാൻ വിട്ടിട്ടുണ്ടല്ലോ, പിന്നെയല്ലേ അധികാരം എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾ ആ മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ വിട്ടിട്ടില്ലേ? നിങ്ങൾ ഇന്നലെ ഈ സഖാവ് EP കുറിച്ച് പറയുന്നുണ്ടല്ലോ, EP യുടെ ശരീരത്തിൽ ഇപ്പോഴുമുള്ള വെടിയുണ്ട നിങ്ങളും ഈ കോൺഗ്രസും ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് മാത്രമല്ലല്ലോ,
ഇപ്പൊ ഫ്ലൈറ്റിലാണ് ആളെ കൊല്ലാൻ അയച്ചതെങ്കിൽ, സിമ്പതി അപായപ്പെടുത്താൻ സൃഷ്ടിക്കേണ്ട. അയച്ചതെങ്കിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്ത. ചോദ്യത്തിന് ഉത്തരം പറയൂ. അത് ട്രെയിനിൽ അല്ല, പറയട്ടെ. എന്നോട് അല്ല റഹീം പറഞ്ഞ പൊന്നു റഹീം പറയട്ടെ. രാജേഷേ സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ ഞാൻ പറ്റില്ലേ? എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ സംസാരിച്ചോളാം. രാജേഷിനെ പഠിപ്പിക്കണ്ട കേട്ടോ. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് രാജേഷിനെ പഠിപ്പിക്കണ്ട. സിമ്പതി വർക്കൗട്ട് അല്ല എന്റെ അല്ല അത് ആ തെറ്റ് ചെയ്യണ്ട. ഞാൻ ഈ നിമിഷം വരെ ഞാൻ ഹാഷ്മിയുടെ അതിഥിയാണ്. ഇല്ല വി വി രാജേഷ് പറഞ്ഞപ്പോൾ റഹീം വി വി രാജേഷ് പറഞ്ഞപ്പോൾ റഹീം ഇടപെട്ടതല്ല. വി വി രാജേഷ് റഹീം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മ്യൂട്ട് ചെയ്യ്. എനിക്ക് ഈ കണ്ട സംഖ്യകളോട് ബഹളം വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സന്തോഷമായല്ലോ. ഞാൻ നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്, ഈ സംഖ്യകൾ വിളിച്ചിട്ടൊന്നുമല്ല വന്നത്. കേട്ടല്ലോ? നിലവാരമില്ലാത്ത സംഖ്യകളോട് നിർദ്ദേശിച്ച് വർത്താനം പറയാൻ രാജ്യസഭയിൽ പോയിരിക്കാൻ പറ്റില്ല. അതങ്ങ് സംഖ്യ എന്റെ രാജ്യസഭയാണ്, എന്റെ രാജ്യസഭയാണ്, എന്റെ രാജ്യമാണ്. നിങ്ങളുടെ തറവാട്ടിനകത്തല്ല, എന്റെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. കേട്ടോ? പിണറായി വിജയന്റെ എന്റെ ഭരണഘടനയിൽ തൊട്ടാണ് ഞാൻ അല്ലാതെ RSSന്റെ ഭരണഘടനയിൽ തൊട്ടല്ല. രാജ്യസഭ നല്ല കേട്ടോ രാജേഷ്, വിചാരിക്കല്ലേ? സംഖ്യകളുടെ രാജ്യസഭ നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കല്ലേ? അറിയാതെ പോലും പറഞ്ഞ പോലെ അങ്ങനെ രാജ്യത്തിന്റെ രാജ്യസഭയാണ്. ഇല്ല, രാജ്യത്തിന്റെ രാജ്യസഭയാണ്. ഇല്ലല്ല, ഒരു പാർട്ടിയുടെ രാജ്യസഭ ഒന്നുമല്ല, രാജ്യത്തിന്റെ രാജ്യസഭയാണ്. അങ്ങനെ പറഞ്ഞു പോലെ. ഓക്കെ റഹീം പറയട്ടെ. ശരി പോട്ടെ. റഹീം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. രാജേഷേ, നിങ്ങൾ സംഖ്യകളെയൊന്നും കുറ്റപ്പെടുത്തണ്ട. ഇല്ല വി വി അരുതരുത്. അല്ല ശ്രീ വി രാജേഷ്, അങ്ങ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ റഹീം ഇടപെട്ടിട്ടില്ല. ശ്രീ വി രാജേഷ് അങ്ങ് ഗുരുതരമായ ആരോപണം നടത്തുമ്പോൾ റഹീം ഇടപെട്ടിട്ടില്ല. റഹീമിന്റെ മറുപടിക്കുള്ള അവസരമാണ്. റഹീം പറയട്ടെ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഓഫീസ് സെക്രട്ടറി ക്ഷണിച്ചിട്ട് ഞാൻ വന്നവനല്ല. എന്റെ അതിഥിയാണ്. ഞാൻ എന്തിനു മറുപടി ഇവിടെ ഇയാളാണോ പറയുന്നത്? അല്ലല്ലോ. ഞാൻ സംസാരിച്ചോളാം. ഞാൻ 24 റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വെച്ചാൽ അത് അരുതാത്ത ശബ്ദമാണെങ്കിൽ മ്യൂട്ട് ചെയ്യണം. എനിക്കങ്ങനെ ഒച്ച വെച്ച് നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കി തരാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ. വരുന്ന പ്രശ്നം കേൾക്ക്. അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ട നേതാക്കളെ പോലെയാണ് ഇതെന്ന് പറയരുത്. ഇത് മനസ്സിലായില്ലേ? അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പല നേതാക്കളെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു പോകും. അതെൻ്റെ സംസ്കാരമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ EP ജയരാജനെ പണ്ട് കൊല്ലാൻ വിട്ടിട്ടുണ്ടല്ലോ, അതാണല്ലോ. നിങ്ങളും കോൺഗ്രസും ചേർന്നിട്ടാണല്ലോ. അപ്പോൾ ചർച്ചയിൽ ഒരുമിച്ച് സമരം ചെയ്ത് മാത്രമല്ല, ഒരുമിച്ച് വാടക ഗുണ്ടയെ തീരുമാനിച്ച് ഞങ്ങളുടെ നേതാക്കളെ നേരിട്ട് തന്നെ വേട്ടയാടി ഇല്ലാതാക്കാൻ നിങ്ങളൊക്കെ ശ്രമിച്ചിട്ട് അതിൻ്റെ എല്ലാം മുൻപിലൂടെ തന്നെ വി രാജേഷേ ഞങ്ങളിന്ന് കേരളം ഭരിക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ വട്ടപൂജ്യമായി നിൽക്കുന്നത്. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലാണ് ഇടതുപക്ഷം, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലാണ് ഇടതുപക്ഷം. അത് ഞങ്ങൾക്കിപ്പോഴും ആത്മവിശ്വാസമുണ്ട്, ജനങ്ങളിലാണ്. അപ്പോൾ അതവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഇദ്ദേഹം പറയാണ് മാനനഷ്ട കേസ് കൊടുത്തോ. ഓരോ ദിവസവും ഓരോരുത്തരും വന്ന് നിങ്ങളുടെ കൂലിക്ക് ശമ്പളവും വാങ്ങിയിട്ട് വന്നിരുന്ന് ഓരോന്ന് പറയുകയാണ്. അതിനൊക്കെ രാവിലെ അതിന് മാനനഷ്ട കേസ് കൊടുക്കാനല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. 2 കേസുകളും. ഇപ്പോൾ വരുന്ന വാർത്ത എന്താ? ഈ വിമാനത്തിലുണ്ടായ ഗൂഢാലോചന അന്വേഷിക്കാനും പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കും. ഏത് കൊലകൊമ്പനായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രതി പുറത്തിറങ്ങി. ഈ പ്രതിയുടെ നാവിൻ തുമ്പിൽ നിന്നെങ്കിലും പുറത്തു വരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾക്ക് ഇവരെ വിലക്കെടുത്തുകൂടായിരുന്നോ? ഞങ്ങൾ ആ പണിക്ക് പോയില്ലല്ലോ. വിലക്കെടുത്തത് RSS അല്ലേ? RSSന്റെ നിയന്ത്രണത്തിലുള്ള HRDS എന്ന സംഘടനയല്ലേ? നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു, നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, നിങ്ങളുടെ ചെലവിൽ നിങ്ങളുടെ സംരക്ഷണയിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് വിളിച്ചു പറയുന്നു. നിങ്ങൾ കരയാൻ പറയുമ്പോൾ കരയും, തളർന്നു വീഴാൻ പറയുമ്പോൾ തളർന്നു വീഴും. നിങ്ങൾ എഴുതി കൊടുക്കുന്നത് വായിക്കും. അതിനെല്ലാം പിന്നെ ഞങ്ങൾ മറുപടി പറയണം. ഇതെല്ലാം കൂടി ചേർത്ത് തന്നെ അന്വേഷിക്കുന്നേ. ഈ ചോദിക്കുന്നതെല്ലാം അങ്ങ് കിട്ടും. ആരൊക്കെ പിറകിലുണ്ടോ അവരെല്ലാം അഴിയണ്ണും. അയ്യോ, എന്നോട് ക്രൂരത കാണിക്കരുത് അച്ചോ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. യാതൊരു സംശയവും വേണ്ട.
അതവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന്റെ പ്രതിനിധി എന്നെ ചരിത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ജനാധിപത്യ മര്യാദ, കോൺഗ്രസിന്റെ ജനാധിപത്യ മര്യാദ എന്ന് ഇങ്ങോട്ട് പറയരുത്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ KPCC ആഫീസിന്റെ ചില്ല് പോയി, നിങ്ങളുടെ അവിടുത്തെ ഇത് പോയി. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. ഞങ്ങൾ VD സതീശന്റെ ഭാഷയിൽ ജനിച്ചവരല്ല, ആ സ്കൂളിൽ പഠിച്ചവരുമല്ല. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല ഏതായിരുന്നു അറിയുമോ നിങ്ങൾക്ക്? അത് ഗുജറാത്ത് വംശഹത്യയെ പോലെ തന്നെ ഒരു കൂട്ടക്കൊല ഉണ്ടായിരുന്നു. അത് സിഖ് കൂട്ടക്കൊലയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം സ്വാഭാവികമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണടച്ചപ്പോൾ AICC ആസൂത്രണം ചെയ്ത കൂട്ടക്കൊലയായിരുന്നില്ലേ ഈ രാജ്യ തലസ്ഥാനം അഭിഹരിച്ചത്? ഈ രാജ്യത്ത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ആ ചരിത്രം മുതൽ ഇങ്ങോട്ട്, ആ സിഖ് കൂട്ടക്കൊല മുതൽ കൂത്തുപറമ്പിലെ കൂട്ടക്കൊല വരെ നടത്തിയവരാണ്. കരികൊടി കാണിക്കാൻ പോയവരാണ് കേട്ടോ. കൂത്തുപറമ്പിൽ 5 പേര്, രാജീവനും റോഷനും ബാബുവും മധുവും ശിവലാലും പുഷ്പനുമെല്ലാം കൊന്നുകളഞ്ഞു. ഇവരാണ് നിങ്ങൾ വന്നിരുന്ന് പറയുന്നതല്ലേ? നിങ്ങൾ എവിടെയാണ് അത് വേട്ടയാടിയത്? എങ്ങും വേട്ടയാടിയിട്ടില്ല. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണിത് എന്ന് പറയണ്ടേ? സാമാന്യ ബോധത്തോടെ പറയണ്ടേ? നിങ്ങൾ RSSന് നാവാകുന്നു. നിങ്ങൾ ഡൽഹിയിൽ ഈഡിക്ക് ഗോബാക്ക് വിളിക്കുന്നു, ഇവിടെ ഈഡിക്ക് ജയ് വിളിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, സ്പെസിഫിക് ആയ ചോദ്യം ചോദിച്ചു, എന്തോ ഈ പറഞ്ഞ ഇതാ ഷാജ് കിരൺ. ആ ഷാജ് കിരണിനെ നിങ്ങൾ എന്ത് ചെയ്തു? ആരാണ് സാറേ ഷാജ് കിരൺ? ഞങ്ങൾക്ക് രക്തത്തിപ്പം കൊണ്ടോ? ഷാജ് കിരൺ മാധ്യമ പ്രവർത്തകനായിരുന്നു, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണ്. നേരത്തെ ആരാ മാധ്യമ പ്രവർത്തകൻ? എവിടെയാ പണിയെടുത്തേ? ജയ് ഹിന്ദ്. രണ്ടാമതായാൾ പണിയെടുത്ത് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം ചാനലായ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ്. 3 അയാൾ പണിയെടുത്തത് UDFന്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ നേതാവ് ശ്രീ MK മുനീർ മുതലാളിയായ ഇന്ത്യ വിഷൻ. പിന്നെ തരാവടോ, കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്ക് കോളുണ്ട്. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലുണ്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. പക്ഷേ ഈ പറയുന്ന ഫ്രോഡിനെ MR അജിത് കുമാർ പലയാവർത്തി വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. അല്ല, MR അജിത് കുമാർ എന്തിനാണ് വിളിക്കുന്നത് ഇത്രയും? അല്ല, MR അജിത് കുമാർ 10:33 വിളിച്ചതാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല. തെളിയട്ടെ അത്. ഹാഷ്മി ഒരു മിനിറ്റ്, ഒറ്റക്കാരി ഹാഷ്മി. അതല്ല എന്റെ ചോദ്യം, അതല്ല. MR അജിത് കുമാറിനെയും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ. അവരെ അന്വേഷിക്കട്ടെ പോലീസ്, അതുൾപ്പെടെ എന്ത് വേണോ അന്വേഷിച്ചോട്ടെ. സർക്കാരിന്റെ ബില്ല് കറക്റ്റാണ്. ഇവരെന്തിനാണ് അത് പറയുന്നത്? ഇവർ പറയുന്നത് കേട്ടാ തോന്നുന്നു ഷാജ് കിരൺ AK സെന്ററിലെ പാർട്ടി ബ്രാഞ്ചിലെ മെമ്പറാണ്. കുഴപ്പക്കാരനാണെങ്കിൽ ആ കുഴപ്പക്കാരനെ ചുമന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളല്ലേ? ഞാൻ ശ്രീ A റഹീം പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം പണിയെടുത്തത് ശ്രീ MK മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വിഷൻ എന്നത് മാത്രമല്ല, ശ്രീ MV നികേഷ് കുമാർ CEO ആയിരുന്ന ഇന്ത്യ വിഷനിലായിരുന്നു. ആ MV നികേഷ് കുമാർ തന്നെയാണ് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി സ്വപ്നയുടെ അടുത്ത് വരും എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ MV നികേഷ് കുമാറാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി അഴീക്കോട് മത്സരിച്ചത്. ആ MV നികേഷ് കുമാറിന്റെ അച്ഛനെയാണ് നേരത്തെ MV രാഘവൻ എന്ന നിങ്ങളുടെ കൊടിമൂത്ത നേതാവായിരുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു സംഘർഷമുണ്ടായി. അവിടെ കൂത്തുപറമ്പിൽ അത്രയും വലിയ സംഘർഷമുണ്ടായത്. ആ MV നികേഷ് കുമാർ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആ കൂത്തുപറമ്പ് സംഘർഷത്തെ ഒന്ന് നിഷേധിക്കാമോ, അല്ലെങ്കിൽ ഒന്ന് തള്ളി പറയാമോ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കളുടെ അവസരത്തിൽ സംസാരിച്ചില്ലല്ലോ. എനിക്ക് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്റെ വെർഷൻ പറയാമോ? എനിക്ക് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്റെ വെർഷൻ പറയാമോ? 2, അദ്ദേഹം പല കുറിയായി ഇവിടെ BJP RSSുമായി കോൺഗ്രസ് എന്തോ സന്ധി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വളരെ വ്യക്തമായി RSSന്റെ ഒരു നേതാവ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞേ? ഇവിടെ CPIM ഇവിടുത്തെ BJP അല്ല. എന്താ ഉറക്കം വരുന്നു? 8 തരത്തിൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ. ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് BJPക്കാർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് 108 സ്റ്റേറ്റ്മെന്റ് എത്ര കാലഘട്ടമായി ഹാഷ്മി ഇവിടെ കൊടുത്തിട്ട് ഈ ഈഡിക്ക് ഡൽഹിയിൽ ഒരു നയവും കേരളത്തിൽ വേറൊരു നയവുമാണെന്നേ. ഞങ്ങളത് വളരെ വ്യക്തമായി പറയാ. കാരണം എന്താ? ഇപ്പൊ ശ്രീ VV രാജേഷ് ആദ്യം വലിയ വായിൽ നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് പറഞ്ഞു. 2018 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ, ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സഹായിച്ചതിന്റെ പേരിൽ DK ശിവകുമാറിനെതിരെ കേസെടുത്തത് 2 മാസം കൊണ്ടാണ്. 6 മാസം കൊണ്ടാണ് DK ശിവകുമാർ
നടക്കുകയാണ്, അത് അന്വേഷണങ്ങൾ മാത്രമാണോ? നടക്കുകയാണ്. വരും ഇവിടെ ദിവസങ്ങളിൽ ഏതെങ്കിലും പലതും MLA പുറത്തു വരാനിരിക്കുന്നു. പ്രതിഷേധം കോൺഗ്രസ് തുടരാൻ എന്റെ സമയം പൂർണ്ണമായി. എന്നോട് ക്ഷമിക്കണം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്.